ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അത് കാണേണ്ട ഒരു സിനിമയാണ്. 2025 പുറത്തിറങ്ങിയ 28 ഇയേഴ്സ് ലേറ്റർ. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കുട്ടികളെല്ലാവരും ഇരുന്ന് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുക. ഇന്നേരം അവിടേക്ക് അതിലൊരു പയ്യൻ്റെ അമ്മ അവൻ്റെ അനിയത്തിയും അവിടെ കൊണ്ടുവന്നിരുത്തി എല്ലാവരോടും മിണ്ടാതെ ഒതുങ്ങിയിരുന്ന് TV കാണുമെന്നും പറഞ്ഞ് ഡോർ ക്ലോസ് ചെയ്തു പോകും. ഈ സമയം പുറത്തുനിന്ന് ആളുകളുടെ ഒച്ചയും ബഹളവും എല്ലാം കേൾക്കുന്നുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ ഇവരുടെ ഈ കഥകൾ ആരോ പട്ടപ്പടാന്നടിക്കും. അധികം വൈകാതെ ക്രൂരന്മാരായ സോംബീസ് വാതിൽ തല്ലി തുറന്ന് അവിടെ ഇരുന്ന എല്ലാ കുട്ടികളും കട്ടിച്ചു മുറിച്ച് കഴിക്കും. പക്ഷേ എങ്ങനെയോ നമ്മുടെ ചെറുക്കൻ മാത്രം രക്ഷപ്പെടും. അവൻ ഓടി താഴെ വന്ന് നോക്കിയാൽ അവൻ്റെ അമ്മ കഥ കടച്ച് ഇവിടെ നിൽക്കാതെ നീ ഓടി രക്ഷപ്പെടുമെന്ന് പറയും. ഈ ഒരു സമയം ആ വീട്ടിൽ മറ്റൊരു സോംബി വന്നിട്ടുണ്ടായിരിക്കും. അത് അവൻ്റെ അമ്മയുടെ കഥകം കഴിക്കും. അമ്മയുടെ വാക്ക് കേട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഓടിയ കുട്ടി അവൻ്റെ അച്ഛൻ അവിടുത്തെ ചേർച്ചിലെ ഫാദറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ചെല്ലും. ചെന്ന പാടെ നടന്ന എല്ലാ കാര്യങ്ങളും പറയും. അടുത്തത് നമ്മളെ കൊല്ലാനിട്ട് അവർ വന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും അയാൾക്ക് യാതൊരു കുലുക്കവും ഉണ്ടാവില്ല. നമ്മൾ ആരും മരിക്കില്ല, നമ്മളെല്ലാം ദൈവത്തിൻ്റെ അടുത്തോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞ് എന്തൊക്കെയോ പിച്ചും പേരും അയാൾ പറയും. ഒപ്പം അയാളുടെ കഴുത്തിൽ കിടന്ന മാല അത് അവന് കൊടുക്കും. അതേസമയം ചർച്ചിൻ്റെ വാതിലും ജനലൊക്കെ തല്ലിപ്പൊളിച്ച് സോംബികളെല്ലാം കൂട്ടത്തോടെ അകത്തോട്ട് കയറി വരും. അയാളുടെ കഥയും തീർക്കും. സോംബികളുടെ വരവ് കണ്ട് കുട്ടി ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കും. അതിനാൽ അവൻ രക്ഷപ്പെടും. ഇപ്പോൾ ഫാദറും ഒരു സോംബിയായി മാറി. അങ്ങനെ എല്ലാ സോംബികളും അവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകും. അവിടെ കട്ട് ചെയ്താൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സോംബികളുടെ ഒരു തൊന്തരവും ഇല്ലാത്ത നല്ല ശാന്തസുന്ദരമായ ദീപ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ഹീറോ. ഇവന്റെ പേര് സ്പൈക്ക്. അംഗത്തിന് പുറപ്പെടുന്ന മാതിരി ടോർച്ചും കത്തിയും അമ്പും കടാരയും എന്നിങ്ങനെ എല്ലാ സാധനങ്ങളും അടുക്കി പെറുക്കി ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആള് വേറൊന്നല്ല, അവൻ ഇന്ന് കന്നി വേട്ടയാടലിന് പോകുക. ഈ ഗ്രാമത്തിൽ 12-13 വയസ്സായി കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും വേട്ടയാടാനായിട്ട് ദ്വീപ് വിട്ട് പുറത്തു പോകണം. പുറത്തു ചെന്ന് അവിടെയുള്ള സോംബികളെ എങ്ങനെയാണ് വേട്ടയാടേണ്ടത്, എങ്ങനെയാണ് അവരിൽ നിന്ന് രക്ഷപ്പെടേണ്ടത്, കൂടാതെ ദ്വീപിലേക്ക് ആവശ്യമായ സാധനങ്ങൾ അവിടുന്ന് എങ്ങനെ കൊണ്ടുവരും എന്നൊക്കെ പഠിക്കണം. അത് ഇവൻ മാത്രമല്ല, ആ ഗ്രാമത്തിലെ ഓരോ കുട്ടികളും പഠിക്കണം. അതിനായിട്ട് അവൻ അവൻ്റെ അച്ഛൻ്റെ കൂടെ പോകുക. ഇതാണ് അവൻ്റെ അമ്മ ഇസ്ല. അവൾക്ക് എന്തോ വലിയൊരു അസുഖമുണ്ട്. കൂടാതെ ഇപ്പോൾ അവളുടെ മനസ്സും ശരിയില്ല. ഇന്നലെ അവളുടെ അടുത്തോട്ട് അച്ഛനും മകനും വരും. വന്ന പാടെ മകൻ്റെ കാര്യം അവളോട് പറയും. ഇന്ന് നമ്മുടെ മകൻ്റെ ഫസ്റ്റ് ഡേയാണ്. അവനിന്ന് ആദ്യമായിട്ട് വേട്ടയാടാൻ പോകുക. ഇത് കേട്ടതും അവൾ ബഹളം വയ്ക്കും. ഇവന് 12 വയസ്സായിട്ടില്ലുള്ളൂ. അതുമില്ലാതെ നിങ്ങൾ പോകുന്ന സ്ഥലം വളരെ അപകടമുള്ള സ്ഥലമല്ലേ, അവിടെ നിറയെ സോംബികളെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ഒരിടത്തേക്ക് എങ്ങനെ ഇത്ര ധൈര്യത്തോടെ ഇവനെ കൊണ്ടുപോകുന്നത്? ശരി ഓക്കെ, ഞാൻ അവനെ കൊണ്ടുപോകുന്നില്ല, നീ വിഷമിക്കാതെ എന്ന് പറഞ്ഞ് അവളെ കൂളാക്കും. ശേഷം രണ്ടുപേരും താഴേക്കിറങ്ങി വരുമ്പോൾ അവൻ്റെ മുത്തശ്ശൻ അവനൊരു അമ്പും വില്ലും കൊടുക്കും. തൻ്റെ കൊച്ചുമോൻ ആദ്യമായിട്ട് വേട്ടയാടാൻ പോകല്ലേ, കൂടാതെ ആ ഗ്രാമത്തിലുള്ള അത്രയും ആളുകളും നീ ജയിച്ചു വാന്നും പറഞ്ഞ് അവനെ യാത്ര അയക്കും. ഈ സന്തോഷവേളയിൽ ഒരു പെണ്ണിവൻ്റെ അച്ഛനെ നോക്കി ലൈൻ ഇടുന്നുണ്ടോയെന്നൊരു സംശയം ഇല്ലാതില്ല. ഇപ്പം ഈ ദ്വീപിലെ ലീഡർ നമ്മുടെ നായകൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. ഇവിടെ നിന്ന് ആർക്ക് വേണമെങ്കിലും വേട്ടയാടാൻ പോകാം. നിങ്ങൾ ഈ ദ്വീപിൽ നിന്ന് കാട്ടിലോട്ട് വേട്ടയ്ക്ക് പോയി തിരിച്ചു വരാതിരുന്നാൽ നിങ്ങളെ തേടി ഇവിടുന്ന് ആരും വരില്ല. ഇവിടെ നോക്ക്, നിങ്ങളെപ്പോലെ തന്നെ പുറത്ത് വേട്ടയ്ക്ക് പോയരാ തിരിച്ചു കിട്ടിയത് അവരുടെ ജഡം മാത്രം. അതാ ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്, അതിനെ സൂക്ഷിച്ചു പോകും. ശേഷം ടവറിൽ നിൽക്കുന്ന ആളോട് പുറത്ത് സോംബികളെ കാണാനുണ്ടോ, വേറെ എന്തെങ്കിലും അപകടങ്ങൾ കാണുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇല്ല എന്ന് അയാൾ മറുപടി പറയും. അങ്ങനെ ഇവർക്ക് ദ്വീപിന്റെ വാതിൽ തുറന്നു കൊടുക്കും. ഇന്നേരം നമ്മൾ കാണുന്ന കാഴ്ച നോക്കത്താ ദൂരത്ത് നീണ്ടു കിടക്കുന്ന പാല. അതിൻ്റെ 2 സൈഡിലും കടല. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈവനിങ് വരെ ഈ പാലം നമ്മുടെ കണ്ണിൽ കാണുകയുള്ളൂ. ശേഷം പാലത്തിൻ്റെ മുകളിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങും. അന്നേരം ഈ പാലം ക്രോസ് ചെയ്യാന്നുള്ളത് വളരെ ദുഷ്കര. അങ്ങനെ ഒരു വിധേന അവർ അപ്പുറത്തെത്തും. പോകുന്ന വഴിയിൽ അവിടെ നിറയെ മരങ്ങളൊക്കെ വെട്ടിക്കിടക്കുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന് അവൻ കേൾക്കുമ്പോൾ നമ്മുടെ ദ്വീപിലേക്ക് ആവശ്യമായിട്ടുള്ള വിറകുകൾ ഇവിടുന്ന് വെട്ടിക്കൊണ്ടുപോകുന്നതെന്ന് അച്ഛൻ പറയും. അച്ഛാ, ഇവിടെ മനുഷ്യരൊക്കെ ഉണ്ടാകുമോ? ഇല്ലില്ല, അതിനുള്ള ചാൻസ് ഒന്നുമില്ല. അങ്ങനെ അവർ നടന്ന് കാടിൻ്റെ അടുത്തോട്ടെത്തി. ഇപ്പം അവിടെ ഒരു സോംബി അവശനായിട്ട് കിടക്കുന്നത് കാണും. അതിന് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല. അതിൻ്റെ ശരീരത്തിൽ നിറയെ പുഴുക്കളെല്ലാം അരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എടാ, ഇതാ കറക്റ്റ് ടൈം. ആ സോംബിക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല എന്ന് വെച്ച് അപകടകാരിയല്ല എന്നല്ല അർത്ഥം. എന്നിരുന്നാലും ഈ ഒരു ഗ്യാപ്പിൽ നീ അതിൻ്റെ കഴുത്ത് നോക്കി ഒരു അമ്പ് വിട്. അതാകുമ്പോൾ വേഗം രക്തം വാർന്ന് അത് മരിക്കും. പേടിക്കാതെ ധൈര്യമായിട്ട് അതിൻ്റെ കഴുത്ത് നോക്കി പടച്ചോ. അവനും അവൻ്റെ അപ്പൻ്റെ വാക്ക് കേട്ട് അമ്പ് വിടും. അത് നേരെ അതിൻ്റെ കഴുത്തിൽ ചെന്ന് ചക്കെന്ന് കുത്തിയിരിക്കും. അത് ചാവും. ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മറ്റൊരു സോംബി ഇവൻ്റെ അച്ഛനെ നേരെ പാഞ്ഞു വരും. അതിൻ്റെ കഥ അവൻ്റെ അച്ഛൻ തീർക്കും. ചക്കരേ, നിന്റെ ആദ്യത്തെ അമ്പ് തന്നെ അടിപൊളിയായിട്ട് കൃത്യസ്ഥാനത്ത് കൊള്ളിച്ചല്ലോ, അതെന്തായാലും കലക്കി. വീണ്ടും അവർ അവിടെ നിന്ന് നടന്നു നീങ്ങി. ഇന്നേരം ഒരു കൂട്ടം മാനങ്ങൾ എന്തോ കണ്ട് ഭയന്ന് പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുക.
ഇതെല്ലാം കണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ പഴയൊരു വീട് കാണുന്നത്. ഇവിടെ നമുക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് അച്ഛനും മകനും അതിനകത്തോട്ട് കയറി. അവിടെ പ്രത്യേകിച്ച് ഒന്നും കിട്ടില്ല. ഇതേ സമയം അവർ നിൽക്കുന്ന മുറിയുടെ ഇപ്പുറത്തെ മുറിയിൽ നിന്നും കാക്കയുടെ ശബ്ദം കേൾക്കും. ഇന്നേരം അപ്പനും മകനും വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് ആ മുറിയിൽ ചെന്ന് നോക്കിയാൽ സോംബി വൈറസ് ബാധിക്കപ്പെട്ട ഒരു മനുഷ്യനെ വളരെ കൊടൂരായിട്ട് കെട്ടി തൂക്കിയിട്ടിട്ട് പോയിരിക്കുന്നു. അതാണ് കാക്ക കൊത്തി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നേരം അവൻ്റെ അച്ഛൻ അവനോട് അതിനെയും തീർക്കാൻ പറയും. പക്ഷേ അവനൊന്നും മടിക്കും. ഈ സമയം മനുഷ്യരുടെ പെരുമാറ്റം കേട്ട് ആ സോംബി ഇവരെ ആക്രമിക്കാൻ വേണ്ടി കയ്യും കാലൊക്കെ ഇട്ട് അട്ടിക്കാൻ തുടങ്ങി. അവൻ്റെ അപ്പം കൊടുത്ത സപ്പോർട്ടിൽ അതിനെയും അവൻ ഫിനിഷ് ചെയ്യും. അവിടെ നിന്നിറങ്ങിയ ഇവർ പിന്നെയും നടന്നു നീങ്ങുമ്പോൾ ഒരു മരത്തിൻ്റെ ചില്ലയിൽ മാനിൻ്റെ തല അങ്ങനെ തന്നെ കുത്തി വച്ചിരിക്കുന്നു. ഇത് കണ്ട് നമ്മുടെ ആളൊന്ന് ഷോക്കാകും. കൂടാതെ തൻ്റെ അച്ഛൻ അത് കാണിച്ചു കൊടുക്കും. ഇതെന്തായാലും സാധാരണ ഒരു സോംബി ആയിരിക്കില്ല ചെയ്തിട്ടുണ്ടാകുക. സോംബികളിലെ നേതാവായിരിക്കും. അവർ ഈ പരിസരത്ത് തന്നെ കാണും. അതിനാൽ ഇത്രയും പെട്ടെന്ന് ഇവിടം വിട്ടു പോകണം. അങ്ങനെ അടുത്ത ഇടം തേടി പോകുമ്പോഴാണ് ഒരു സോംബിയെ കാണുന്നത്. അതിനെ ഈസി ആയിട്ട് ഒതുക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അവരുടെ പട തന്നെ ഇവരെ നോക്കി പാഞ്ഞു വരുന്നു. നേരത്തെ പറഞ്ഞ സോംബി നേതാവും അതിൻ്റെ കൂട്ടത്തിലെ ബാക്കി സോംബികളും. ഇത് കണ്ടതും ഇവർ രണ്ടുപേരും ഓടും. സോംബികളും പിന്നാലെ ഇവരെ തുരത്തി ഓടും. ഇവർ കുറേ അവർക്ക് നേരെ അമ്പ് വിടും. അതെല്ലാം കയ്യിലും കാലിലും അവിടെ ഇവിടെയെല്ലാം കൊള്ളുന്നല്ലാതെ ഹൃദയത്തിലോ തലയിലോ ഒന്നും കൊള്ളില്ല. സത്യം പറഞ്ഞാൽ പേടിച്ച് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് സേഫായ ഒരിടത്ത് പോയി നിൽക്കണമെന്ന് പറഞ്ഞു നോക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു വീട് കാണും. അങ്ങനെ സ്പൈക്കും അവൻ്റെ അപ്പനും ആ വീടിൻ്റെ മച്ചിൽ കയറി ഒളിച്ചിരിക്കും. സോംബികളും ഇവരെ തേടി ആ വീട്ടിലെത്തിയിട്ടുണ്ടാകും. എന്നാൽ മച്ചിൽ കയറി ഒളിച്ചിരിക്കുന്നാലേ സോംബികൾക്ക് ഇവരെ കണ്ടെത്താനായില്ല. അങ്ങനെ നേരം ഇരുട്ടി. ഹീറോ പുറത്തോട്ട് നോക്കിയാൽ ഇന്നും സോംബികളുടെ ഹെഡ് അവിടെ തന്നെ നിൽപ്പുണ്ട്. ഇത് കണ്ട് അവന് ഭയമാകും. എടാ, അത് നമ്മളെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അച്ഛാ, എനിക്ക് പേടിയാകുന്നു. അച്ഛൻ വിചാരിക്കുന്ന പോലെ സോംബികളെ വേട്ടയാടാനുള്ള കഴിവൊന്നും എനിക്കില്ല. എന്തു ചെയ്യണമെന്നും എനിക്കറിയില്ല. ചേച്ചേ, ആരാ പറഞ്ഞാൽ നിന്നെ കൊണ്ട് കഴിയില്ലാന്ന്? നിനക്ക് ധൈര്യമുള്ളത് കൊണ്ടല്ലേ നീ ആദ്യം കിട്ടിയ സോംബിയെ തന്നെ ഉന്നം തെറ്റാതെ അമ്പ് ചെയ്ത് കൊന്ത്. ഇന്നേരം അവരുടെ ദ്വീപിലേക്ക് പോകുന്ന പാലം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം സന്ധ്യ കഴിഞ്ഞതിനാൽ പാലത്തിൻ്റെ മുകളിലൂടെയാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കുമ്പോൾ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വെളിച്ചം കാണും. അച്ഛാ, ആ കാട്ടിലൊരു വെളിച്ചമുണ്ടല്ലോ. അവിടെ മനുഷ്യരോ ഡോക്ടർമാരോ ആരെങ്കിലും ഉണ്ടോ? അതെനിക്കറിയില്ലടാ. അതിനുള്ള ഒരു ചാൻസും ഇല്ല. ഞാൻ അവിടേക്ക് പോയിട്ടില്ല. അതിനാൽ എനിക്ക് അതേപ്പറ്റി അറിയില്ല. സമയം ഒത്തിരി ആയതിനാലെ രണ്ടുപേരും ഒന്ന് കണ്ണടയ്ക്കും. ഇന്നേരം മുൻപ് പേടിച്ചൊരു വശത്തേക്ക് ഓടിയ മാൻകൂട്ടല്ലേ, അത് കൂട്ടത്തോടെ തന്നെ ഇവരുടെ വീടിൻ്റെ അടുത്ത് കൂടെ ഓടും. ഇത് പഴയ വീടായതിനാൽ അതിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് അടർന്നു വീഴാൻ ആരംഭിക്കും. ഇനിയും ഇവിടെ നിന്നാൽ ശരിയാകില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ടുപേരും പുറത്തോട്ടിറങ്ങി. നോക്ക്, നമ്മൾ പോകുന്ന വഴി ഒരു പക്ഷേ സോംബികളുടെ തലവനെ തന്നെ കാണാം. പക്ഷേ അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട. നമ്മുടെ ലക്ഷ്യം ദ്വീപിലേക്കുള്ള പാല. അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അങ്ങനെ രണ്ടുപേരും ദ്വീപിലേക്കുള്ള പാലവും ലക്ഷ്യമാക്കി ഓടി. പാലത്തിൻ്റെ മുകളിലൂടെ ചെറിയ രീതിയിൽ മാത്രമേ വെള്ളം കവിഞ്ഞൊഴുകുന്നുള്ളൂ. ഒരു വിധേന രണ്ടുപേരും പാലത്തിനടുത്തെത്തി. ചെരുപ്പെല്ലാം ഊരി രണ്ടുപേരും പാലത്തിലേക്ക് കയറാൻ റെഡിയായി. അങ്ങനെ ഇവർ നടക്കാൻ ആരംഭിക്കും. ഇവർ പോകുന്നത് ആ സോംബി കുന്നിൻ്റെ മുകളിൽ നിന്ന് കാണും. ഒരു കാരണവശാലും ഇവന്മാരെ വെറുതെ വിടാൻ പാടില്ല. കൊന്നു തീർക്കണമെന്ന വാശിയോടെ സോംബി ഇവരെ പിടിക്കാൻ അവിടേക്ക് ഓടി വരും. ഇന്നേരം ഇവർ പോകുമ്പോൾ വവ്വാലുകൾ എന്തോ കണ്ട് ഭയന്ന് കൂട്ടത്തോടെ പറക്കുന്നത് കാണും. എന്തിനെ കണ്ട് ഭയന്നായിരിക്കും ഇവ പറക്കുന്നതെന്ന് വെച്ച് ഇവൻ തിരിഞ്ഞു നോക്കിയാൽ ആ സോംബി പാലത്തിലൂടെ കയറി ഇവർക്ക് നേരെ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുക. അയ്യോ, ഓടിക്കോടാന്ന് പറഞ്ഞ് രണ്ടും ഒറ്റ ഓട്ടം വെക്കും. ഇവരുടെ കയ്യിൽ അമ്പാണെങ്കിൽ തീർന്നു പോകുകയും ചെയ്യും. അയ്യോ രക്ഷിക്കണേ, കഥക് തുറക്ക്. ഇവരുടെ ഈ ഒച്ചയും ബഹളവും കേട്ട് ടവറിൽ നിൽക്കുന്ന ഒരുത്തൻ ഇവരുടെ പിന്നാലെ സോംബി വരുന്നത് കാണും. ഉടനെ അയാൾ മറ്റുള്ളവരെ അലേർട്ടാക്കി നിർത്തി ചറ പറന്ന് അമ്പ് വിടും. പക്ഷെ അതിൽ കാര്യമായി ഒന്നും തന്നെ അവന് സംഭവിക്കില്ല. അതാണെങ്കിൽ ഇവരെ കൊല്ലാനുള്ള വെറിയിൽ വന്നുകൊണ്ടിരിക്കുക. അവസാനം തീയോടുകൂടിയ ഇരുമ്പ് കൊണ്ടുള്ള അമ്പ് സോംബിക്ക് നേരെ വിടും. ഇതോടെ അതിന്റെ കാര്യത്തിലും തീരുമാനമായി. ഒരു വിധന് ദ്വീപിന്റെ ഗേറ്റിന്റെ അവിടെ എത്തിയവരെ കഥക് തുറക്കെന്ന് പറയുമ്പോൾ ദ്വീപിന്റെ ലീഡർ ആ പെണ്ണില്ലേ ഇവരെ സംശയത്തോടെ നോക്കി നിൽക്കുക. എൻ്റെ പൊന്നമ്മച്ചി, ഞങ്ങൾക്ക് സോംബി വൈറസ് എഫക്റ്റ് ആയിട്ടില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണു നോക്കി ചോന്നിട്ടുണ്ടാ. അങ്ങോട്ട് കഥക് തുറക്ക്. അങ്ങനെ അവർക്ക് മുന്നിൽ ആ കഥക് അങ്ങ് ഓപ്പണായി. ഇപ്പോൾ അകത്ത് കയറിയ അപ്പനും മോനും നാടിൻ്റെ തന്നെ പൊന്നോമനകളായി മാറി. കാരണം ആ ഗേറ്റിന് പുറത്ത് ചത്തു കിടക്കുന്നത് ആരാ? സോംബികളുടെ തന്നെ പുലിക്കുട്ടിയല്ലേ. ഇവരെ എല്ലാവരും പ്രശംസിക്കും. അവിടെ വലിയൊരു പാർട്ടി തന്നെ നടക്കും. ഇതിൻ്റെ ഇടയിൽ ഇവൻ്റെ അച്ഛൻ മുൻപൊരു പെണ്ണ് ഇവൻ്റെ അച്ഛനെ നോക്കി നിൽക്കേ, അവളെയും കൊണ്ട് തനിയെ പോകുന്നത് കാണും. അച്ഛൻ തൻ്റെ അമ്മയ്ക്ക് ദ്രോഹം ചെയ്യാമെന്നാലോചിച്ച് അവൻ ആകെ സങ്കടമാകും. അവൻ തിരിച്ച് വീട്ടിലോട്ട് പോകും. അവിടെ മുത്തശ്ശൻ ഇരിക്കുന്നുണ്ട്. ചെന്നപാടെ ഇന്നലെ നടന്ന എല്ലാ സംഭവങ്ങളും പറയും. കൂട്ടത്തിൽ കാടിൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചം കണ്ടില്ലേ, അതിനെപ്പറ്റിയും പറയും. എന്ത്? അപ്പോൾ ഇപ്പോഴും കെൽസൺ ജീവിച്ചിരിപ്പുണ്ടോ? അതിനൊരു വഴിയുമില്ലല്ലോ.
ആരാ മുത്തശ്ശ ഈ കെൽസൺ? അത് 30 വർഷം മുമ്പ് ഈ കെൽസൺ ഒരു ഡോക്ടറാണ്. അയാളുടെ കീഴിൽ ഞാൻ ജോലി ചെയ്തിരുന്നു. ഞാൻ അച്ഛനോട് ഇതേപ്പറ്റി സംസാരിച്ചപ്പോൾ അങ്ങനെ അവിടെ ഒരു ഗ്രാമമോ മനുഷ്യരോ ഡോക്ടറോ ആരുമില്ലെന്നാലോ പറഞ്ഞേ. അതൊന്നുമില്ലടാ, നീ കുഞ്ഞല്ലേ, അതൊന്നും അറിയേണ്ട പ്രായമായിട്ടില്ല. അത് മാത്രമല്ല, കെൽസന്റെ ക്യാരക്ടർ ഭയങ്കര ഡിഫറെൻറ്റാണ്. ഇപ്പോൾ നീ അതേപ്പറ്റി ഒന്നും ആലോചിക്കാതെ. അവിടുന്ന് നേരെ അവൻ അവൻ്റെ അമ്മയുടെ അടുത്ത് പോയി. എല്ലാവരും തന്നോട് കള്ളം പറയാലോ എന്ന് ആലോചിച്ച് അങ്ങനെ കിടക്കും. ഇന്നലത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ഇന്ന് കിച്ചണിൽ കയറി എല്ലാവർക്കും ഫുഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുക സ്പൈക്കിൻ്റെ അച്ഛൻ. ഇന്നേരം അവൻ ഡോക്ടർ കെൽസനെ പറ്റി കേൾക്കും. അയാളെ എനിക്കറിയാം. കുറേ കാലം മുൻപ് അവിടെ താമസിച്ചിരുന്നു. ഇപ്പം അയാൾ ജീവനോടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുമല്ല, അയാളൊരു പ്രാന്തനാ. എന്താ അച്ഛാ അങ്ങനെ പറഞ്ഞത്? നമ്മളെല്ലാവരും ഈ ദ്വീപിൽ കുടിയേറിയതിനു ശേഷം ഭക്ഷണത്തിനായി ഞങ്ങൾ ആ കാട്ടിലെല്ലാം വേട്ടയ്ക്ക് പോകും. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഒരിക്കലും മൃതശരീരത്തിൻ്റെ ദുർഗന്ധം വമിക്കും. എന്താണെന്ന് അവിടെ മൊത്തം തിരഞ്ഞു നോക്കിയാൽ ഈ ഡോക്ടർ ഒരുപാട് മനുഷ്യരെ കൊന്ന് അവരുടെ ശരീരം ഫ്രണ്ടിൽ ആളിക്കത്തുന്ന തീയിലേക്ക് ഇടുന്നത് കാണുന്നത്. അത് എന്തിനാ ചെയ്യുന്നതെന്നോ അയാൾ തന്നെ കൊന്നതെന്നോ ഒന്നും അറിയില്ല. ഞങ്ങളെ കണ്ട് അയാൾ വളരെ ലാഘത്തോടെ കൈ വീശി കാണിക്കും. ഇതെല്ലാം കണ്ട് പേടിച്ച് ഞങ്ങളെ അയാൾ എന്തെങ്കിലും ചെയ്യുമെന്നും പേടിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെടും. ഇനി മേലാൽ ആ സൈക്കോയെ പറ്റി കേൾക്കാതെ. അച്ഛാ, അമ്മയുടെ അസുഖത്തെ പറ്റി അച്ഛൻ അറിയാലോ. ഇനി അധിക കാലം അമ്മ ഉണ്ടാകില്ല. നമുക്ക് എങ്ങനെയെങ്കിലും അമ്മയെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാം. ഒരു പക്ഷേ അമ്മയുടെ അസുഖം ഭേദമായാലോ? അതൊന്നും ശരിയാകില്ല. എനിക്കറിയാം, അച്ഛൻ്റെ മനസ്സിൽ ഞാനും അമ്മയൊന്നുമല്ല, ആ രാക്ഷസയാ. അവളുടെ കൂടെ ഇന്നലെ അച്ഛൻ നിൽക്കുന്നത് ഞാൻ കണ്ടതാ. അമ്മയെ രക്ഷപ്പെടുത്താൻ പറ്റിയാലും അച്ഛൻ അതിന് ശ്രമിക്കില്ല. ഇത് കേട്ടതും അവന് നല്ല ദേഷ്യമെന്ന് സ്പൈക്കിനൊന്ന് പൊട്ടിച്ചു. അവനും ആകെ ദേഷ്യവും സങ്കടമൊക്കെ ആകും. അവൻ നേരെ അമ്മയുടെ മുറിയിലേക്ക് പോയി അമ്മയെ കെട്ടിപ്പിടിച്ചു. ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി മകൻ്റെ അടുത്ത് സോറി പറയാൻ അച്ഛൻ വന്നാൽ തന്നോടും അമ്മയോടും ചുമ്മാ സ്നേഹം കാണിക്കണ്ടെന്ന് പറഞ്ഞ് സ്പൈക്ക് കത്തി എടുത്ത് കാണിച്ചു. ഇപ്പോൾ ടക്കെന്ന് അച്ഛൻ കത്തി അവനിൽ നിന്ന് പിടിച്ചു വാങ്ങും. പിന്നെ എന്തു തോന്നിയെന്നറിയില്ല, തിരിച്ച് വീണ്ടും ആ കത്തി സ്പൈക്കിന് തന്നെ കൊടുക്കും. തൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അസുഖം ഭേദമായ പിന്നെ ജീവിതകാലം മുഴുവൻ അമ്മയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാലോ. അതിനാദ്യം അമ്മയെ ആ ഡോക്ടറെ അടുത്ത് എത്തിക്കണം. അങ്ങനെ അവൻ അമ്മയെ ഒരു മൊന്തക്കാട്ടിൽ നിർത്തി അവിടെയുള്ള പഴയ ഒരു കെട്ടിടത്തിന് തീ കൊളുത്തും. ശേഷം ദ്വീപിൻ്റെ വലിയ കവാടത്തിന് മുൻപിലുള്ള ടവറിൻ്റെ മുകളിലെ സെക്യൂരിറ്റി അടുത്ത് പോയി, അയ്യോ നോക്ക്, അവിടെ മൊത്തം തീ പിടിച്ചിരിക്കുന്നു, അത് എങ്ങനെയെങ്കിലും അണക്കേ. നീ ഇത് പോയി വേറെ ആരോടെങ്കിലും പറയേ, എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ടവറിൽ നിന്ന് ദ്വീപിനെ ചുറ്റി ഞാൻ വീക്ഷിക്കാം, നിങ്ങൾ പോയി തീ എങ്ങനെയെങ്കിലും അണയ്ക്കാൻ നോക്ക്. അയാളും അവൻ്റെ വാക്ക് കേട്ട് തീ അണയ്ക്കാൻ പോയി. ഈ ഒരു ഗ്യാപ്പിൽ അവൻ അവൻ്റെ അമ്മയും കൊണ്ട് ദ്വീപിൻ്റെ കവാടം തുറന്ന് പാലത്തിലൂടെ ആ കാടിനെ ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങി. നേരം ഇരുട്ടിയതിനാലെ അവർ വിശ്രമിക്കാൻ ഒരിടത്ത് കിടക്കും. അമ്മയുടെ സമാധാനമായിട്ട് ഉറങ്ങിക്കോ, താൻ കാവലിരുന്നു കൊണ്ടെന്ന് പറയും. നമ്മുടെ ആളെ നടന്നു വന്ന ക്ഷീണത്തിലെ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. ഇന്നേരം അവനെ ലക്ഷ്യമാക്കി ഒരു സോംബി അവിടേക്ക് വന്നുകൊണ്ടിരിക്കുക. അവനെ കടിക്കാൻ അത് വാ പൊളിച്ചു നിൽക്കുന്ന നേരം ആരോ അതിൻ്റെ തലയിൽ കവറിടും. പിറ്റേന്ന് കാലത്ത് അവൻ എഴുന്നേറ്റ് നോക്കിയാൽ തൊട്ടടുത്ത് ഒരു സോംബി ചത്തു കിടക്കുന്നു. ഇത് കണ്ട് അവനൊന്ന് പേടിക്കും. ഇതെങ്ങനെ ചത്തത്, ഇതിനാരെ കൊന്നത് എന്നൊക്കെ അമ്മയോട് കേട്ടാൽ, എനിക്കറിയില്ലടാ മോനെ, ശരിക്കും ഇവൻ്റെ അമ്മ തന്നെയാണ് അതിനെ കൊന്നത്. തലയിലൂടെ കവറിട്ട് അതിനെ ആ ചുമരിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിച്ച് അതിനെ തീർക്കും. ഒരു സൈഡിൽ ഇവർ വീണ്ടും ഡോക്ടറെ തേടി നടന്നു നീങ്ങും. മറ്റൊരു സൈഡിൽ സോൾജേഴ്സ് എന്തോ ഒരു ആവശ്യത്തിന് കാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവരെയും സോംബികൾ തുരത്തി ഓടിച്ചുകൊണ്ടിരിക്കുക. അവരും അവരുടെ കയ്യിലുള്ള ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യും. ഈ ഒരു ഓട്ടത്തിൽ കുറേ സോൾജേഴ്സ് മരിക്കും. ബാക്കി 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ 3 പേരും ഇപ്പോൾ അവിടെയുള്ള ഒരു ടണലിൽ കയറി കഥ കടക്കും. പക്ഷേ ഇവിടെ നിൽക്കുന്നതും സേഫ് അല്ലെന്ന് മനസ്സിലാക്കിയ സോൾജേഴ്സ് ടണൽ മാർഗം മറ്റൊരു സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് നടക്കും. ഈ സമയം നമ്മുടെ ഹീറോയും അവൻ്റെ അച്ഛനെയും ഓടിച്ച സോംബികളുടെ പുലിക്കുട്ടിയിലെ അതിന് വീണ്ടും ജീവൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലൊരുത്തൻ്റെ തല മാനിൻ്റെ തല എങ്ങനെയാണോ ഒടിച്ച് പറിച്ചത് അതുപോലെ ഒട്ടിച്ച് പറിച്ചെടുക്കും. അത് കഴിഞ്ഞ് അടുത്തവൻ്റെയും കഥ കഴിക്കും. ഇനി ആകെ കൂടി അവശേഷിക്കുന്നത് ഒരേ ഒരു സോൾജറാ. അവൻ എങ്ങനെയോ അവിടുന്ന് ഒരു വിധേന രക്ഷപ്പെട്ടു. ഇപ്പുറത്ത് ഹീറോയും അവൻ്റെ അമ്മയും നടന്നു വരുമ്പോൾ ഇവരെ തുരത്തി മറ്റൊരു സോംബിക്കൂട്ടം വരുന്നുണ്ട്. പേടിച്ചു വിറച്ച അമ്മയും മോനും തൊട്ടടുത്തുള്ള പഴയൊരു ഗ്യാസ് സ്റ്റേഷനിൽ കയറിപ്പോകും. പിന്നാലെ സോംബികളും കയറും. ഓൾറെഡി അവിടെ ഗ്യാസ് ലീക്കായിട്ടുണ്ട്. മൊത്തം ജഗ പുക അന്തരീക്ഷം. തൊട്ടില്ലെന്ന നിലയിൽ സോംബികൾ ഇവരെ അടുത്തോട്ട് വരുമ്പോൾ ഒരു ദൈവദൂതനെ പോലെ ആ കടയുടെ മുകളിൽ നമ്മുടെ സോൾജർ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരോട് എത്രയും പെട്ടെന്ന് പുറത്തോട്ടിറങ്ങാൻ പറയും. ഇവർ പുറത്തോട്ടിറങ്ങിയതും അയാൾ ആ കടയിലേക്ക് ഷൂട്ട് ചെയ്യും. ഓൾറെഡി അവിടെ ഗ്യാസ് ലീക്കായിട്ടുണ്ടായിരുന്നല്ലോ. അതിനാൽ ആ കട മൊത്തം അങ്ങ് ആളിക്കത്തും. ഇതോടെ സോംബികളുടെ കാര്യത്തിൽ തീരുമാനമായി. ഇപ്പോൾ ഇവരെ രക്ഷിച്ച സോൾജർ ആരാണെന്ന് നോക്കിയാൽ നേരത്തെ 3 സോൾജേഴ്സ് ടണലിൽ കയറി അതിലൊരുത്തൻ മാത്രം രക്ഷപ്പെട്ടില്ലേ, അവനാണ്. അവൻ്റെ പേര് എറിക്. ഇപ്പം 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടും. അല്ല, നീ എന്തിനാ അമ്മയും കുട്ടി ഇവിടെ വന്നിരിക്കുന്നേ? എൻ്റെ അമ്മയ്ക്ക് ഒരു അസുഖമുണ്ട് ചേട്ടാ. ദിനം പ്രതി അസുഖം മൂർച്ഛിച്ചുകൊണ്ടിരിക്കാം. ഈ കാടിന് നടുവിലായി ഒരു ഡോക്ടർ താമസിക്കുന്നുണ്ട്.
അദ്ദേഹത്തെ കാണിച്ചാൽ ഒരു പക്ഷേ എൻ്റെ അമ്മയെ രക്ഷിക്കാൻ സാധിച്ചാലോ? ഇവനും ഇവരുടെ മേൽ ഒരു സിമ്പതി തോന്നും. അമ്മയ്ക്കാണെങ്കിൽ നടന്ന് നടന്ന് വല്ലാതെ ടയേർഡായി. അതിനാൽ ഇവന് പാവം തോന്നി അവളെ തോളിലെടുത്ത് നടക്കാൻ ആരംഭിക്കും. ഇപ്പോഴാണ് സോൾജർ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് പറയുന്നത്. ഇവർ കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പാറയിൽ പോയി ഇടിക്കും. ഇതോടെ കപ്പലാകെ നാശമായി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അന്നേരം തൊട്ടടുത്തുള്ള ഈ കരയിൽ കയറി നിന്നതാ. ഒത്തിരി സോൾജേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ജീവനോടെ ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല ചേട്ടാ, നിങ്ങളെ രക്ഷിക്കാൻ വേറെ ആരെങ്കിലും വരുമോ? ഇല്ലടാ, ഇത് ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ഏരിയ, ഇതൊരു ഡേഞ്ചറായടാ. ഇവിടേക്ക് ആരോടും പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഇടത്തേക്ക് ആരെങ്കിലും വരുമോടാ? സാരമില്ല ചേട്ടാ, വിഷമിക്കാതെ. എൻ്റെ അമ്മയെ ഡോക്ടറെ കാണിച്ച് അസുഖം ഭേദമായതിനു ശേഷം നമുക്ക് ഞങ്ങളുടെ ദ്വീപിലേക്ക് പോകാം. അങ്ങനെ അവർ ആ ഡോക്ടറുടെ സ്ഥലം തേടി പോയിക്കൊണ്ടിരിക്കുക. കുറച്ചു നേരം കഴിയുമ്പോൾ അമ്മ അവളുടെ ക്ഷീണമൊക്കെ മാറി താനെ നടക്കാൻ തുടങ്ങി. 100 സംഘം അങ്ങനെ നടന്നു നീങ്ങി. ഇന്നേരം അമ്മയ്ക്ക് ഒരു ശബ്ദം കേൾക്കും. ഉടനെ ചടപടാന്ന് അവൾ അവിടേക്ക് ഓടി. അവിടെ പഴയൊരു പൊട്ടിപ്പൊളിഞ്ഞ് നാശമായിട്ട് കിടക്കുന്ന ഒരു ട്രെയിൻ കാണും. വേഗം അവൾ ശബ്ദം കേട്ട ട്രെയിനുള്ളിലേക്ക് കയറി. അവിടെ മുഴുവൻ അരിച്ചു പെറുക്കി നോക്കിയാൽ ഒരു സോംബി വൈറസ് എഫക്റ്റഡ് ആയ പെണ്ണ് പ്രസവ വേദനയിൽ കിടന്നു പൊളയുന്നു. ഇന്നേരം ഇവളെ ഫോളോ ചെയ്ത് സോൾജറും ഹീറോയും അവിടേക്ക് വരും. ഇവളാണെങ്കിൽ അവളൊരു സോംബിയാണെന്ന് പോലും ചിന്തിക്കാതെ അവൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. അമ്മ എന്തീ കാണിക്കുന്നേ? അവളൊരു സോംബിയാ, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് വാ. പക്ഷേ ഇതൊന്നും അവൾ കേൾക്കില്ല. അവൾ വേഗം കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ബ്ലഡ് സ്റ്റെയിൻ എല്ലാം തുടച്ച് വൃത്തിയാക്കി അമ്പിളിക്കൽ കുടലം കട്ട് ചെയ്ത് കുഞ്ഞിനെ കയ്യിലെടുക്കും. കുഞ്ഞിനെ കണ്ടതും ഹീറോയ്ക്കും ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യും. പക്ഷേ ഇതൊന്നും എറിക്കിന് അത്ര ദഹിക്കില്ല. നിങ്ങൾ എന്തേ കാണിക്കുന്നത്? ദയവ് ചെയ്ത് ആ സോംബിയുടെ കുഞ്ഞിനെ അവിടെ വെച്ചേക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾ അമ്മയുടെയും മോൻ്റെയും കഥ ഞാൻ കഴിക്കും. ചേട്ടാ, ആ കുഞ്ഞിനെ നോക്കി, അതിന് വൈറസ് എഫക്റ്റ് ആയിട്ടില്ല. പക്ഷേ ഇതൊന്നും അവൻ സമ്മതിക്കില്ല. ഞാൻ നിങ്ങളെ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞു നിൽക്കുമ്പോൾ ടക്കെന്നൊരു കൈ വന്ന് അവൻ അങ്ങനെ തന്നെ പൊക്കിക്കൊണ്ടുപോകും. അത് ആ ടണലിൽ കണ്ട സോംബി നേതാവാ. അവൻ ഇവൻ്റെ കഴുത്ത് ഒട്ടിച്ചെടുക്കും. അവനെ കൊന്നതിന് ശേഷം നെക്സ്റ്റ് ഇവരുടെ അടുത്തോട്ട് കുതിച്ചു വരും. ഇവർ ആ കുഞ്ഞിനെ എടുത്ത് ആ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് അടുത്തടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് ഓടി. അതും ഇവരെ പിന്തുടർന്ന് വരുന്നുണ്ട്. നമ്മുടെ ഹീറോ അവനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അമ്പെല്ലാം വിട്ടുനോക്കും. പക്ഷെ അതൊന്നും അതിനത്ര ഏൽക്കില്ല. ഒരു ഘട്ടത്തിൽ ഇവരെ കൊല്ലുമെന്ന കണ്ടീഷനിൽ വരുന്ന സമയം ഒരു മനുഷ്യൻ ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് സോംബിയുടെ കഴുത്തിൽ മയക്കിക്കെടുത്തുന്ന മരുന്ന് കുത്തും. ഇതോടെ അതങ്ങനെ തന്നെ സ്റ്റക്കാകും. ഇപ്പോൾ നേരെ ക്യാമറ ആ മൊട്ടത്തലയും മനുഷ്യനെ കാണിച്ചാൽ അയാളുടെ ശരീരത്തിൽ എന്തോ ഒന്ന് തേച്ചിട്ടുണ്ട്. അത് മറ്റൊന്നല്ല, അതൊരു തരം മരുന്നാ. ഇത് തേച്ചാൽ നമ്മുടെ ശരീരത്തിൽ മറ്റു വൈറസ് എഫക്റ്റ് ചെയ്യില്ല. ഒരു പരിധിവരെ സോംബിയിൽ നിന്ന് രക്ഷപ്പെടാം. ഇപ്പോൾ ഹീറോ അടിമുടി അയാളെ നോക്കി. സാർ, നിങ്ങളല്ലേ ഡോക്ടർ കെൽസൺ? സാർ, എൻ്റെ അമ്മയ്ക്ക് എന്തോ വലിയൊരു അസുഖമുണ്ട്. അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് എൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, പ്ലീസ്. വാ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അയാൾ അവരെ കൂട്ടിക്കൊണ്ടുപോകും. പോകുന്നതിന് മുമ്പ് ഡോക്ടർ നമ്മുടെ സോംബിയുടെ കയ്യിലെ ആ സോൾജറുടെ തലയുണ്ടല്ലോ, അത് അതിൻ്റെ കയ്യിൽ നിന്ന് എടുത്തു നടക്കും. ഒരു വിധേന നടന്ന് അവർ ഡോക്ടറുടെ സ്ഥലത്തോട്ടെത്തി. അവിടുത്തെ കാഴ്ച നമ്മുടെ ഹീറോയും അവൻ്റെ അമ്മയും അത്ഭുതപ്പെടുത്തി. കാരണം സോംബികളായിട്ട് മരിച്ച ആളുകളുടെയും സോംബികളാൽ മരണപ്പെട്ട ആളുകളുടെയും ശരീരമെല്ലാം കത്തിച്ച് അവരുടെ അസ്ഥിയെല്ലാം പെറുക്കിയെടുത്ത് അവിടെയുള്ള വലിയ വലിയ മരങ്ങളിൽ കെട്ടിവെച്ചിരിക്കുക. ഇതുകൂടാതെ അങ്ങനെ മരിച്ചവരുടെ തലയോട്ടികളെല്ലാം കൂട്ടിവെച്ച് ഒരു വലിയ മല പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് കേട്ടാൽ, മരിച്ച ആളുകൾക്ക് അവരുടേതായ ഒരു സ്ഥലം വേണ്ടേ? അവരുടേത് മാത്രമായ സ്ഥലം, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി, കൂടാതെ അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കണ്ടേ? അതിനുവേണ്ടിയാ. ഇപ്പോൾ സോൾജറിൻ്റെ തലയിൽ അതും ഇതുപോലെ തീയിലിട്ട് എരിച്ചെടുത്ത് ആ മലയുടെ മുകളിൽ കൊണ്ടുവയ്ക്കും. ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? ഇതൊരു സോംബി വൈറസ് ബാധിക്കപ്പെട്ട പെണ്ണ് പ്രസവിച്ച കുഞ്ഞാ. കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാ. കുഞ്ഞിനൊന്നും ബാധിച്ചിട്ടില്ല. സോംബി വൈറസ് എഫക്റ്റ് ആയ പെണ്ണ് പ്രസവിച്ച കാരണത്താൽ ഈ കുഞ്ഞിന് വൈറസ് ഏൽക്കണമെന്നില്ല. അതൊരു സാധാരണ മനുഷ്യക്കുട്ടിയാണ്. അതിനാൽ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുഞ്ഞിന് ആവശ്യമായ പാലെല്ലാം എങ്ങനെ കൊടുക്കും? ഇതെല്ലാം ഇവിടെ കിട്ടാൻ ചാൻസ് കുറവാണ്. അവിടെ കടിച്ചതിൽ ഇപ്പോൾ ഡോക്ടർ ഹീറോയുടെ അമ്മയെ പരിശോധിക്കും. സ്പൈക്ക്, നിന്റെ അമ്മയ്ക്ക് ക്യാൻസർ എന്ന വല്ലാത്തൊരു രോഗം വന്നിരിക്കുന്നത്. ഇത് ശരീരമാകെ പടർന്നിരിക്കുക. ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും കണ്ടെത്തിയിട്ടില്ല. സോറി, എന്നാൽ അവളെ രക്ഷിക്കാൻ സാധിക്കില്ല. ഓരോ ദിവസം പോകുന്തോറും ഈ അസുഖത്താൽ അവളുടെ ശരീരം മാസകലം സഹിക്കാൻ പറ്റാത്ത വേദന അവൾക്ക് അനുഭവപ്പെടും. ഇതെല്ലാം കേട്ട് ഹീറോയ്ക്ക് ഭയങ്കര സങ്കടമായി. അവനിത് താങ്ങാൻ പറ്റാവുന്നതിനപ്പുറമുള്ള വേദന. ഇന്നേരം അവൻ്റെ അമ്മ തന്നെ അവനെ സമാധാനപ്പെടുത്തി. ഈ ലോകത്ത് ജനിച്ച എല്ലാവർക്കും ഒരു ദിവസം മരണം ഉറപ്പാണ്. എനിക്കും നിനക്കും എല്ലാവർക്കും. പക്ഷേ അമ്മ കുറച്ച് നേരത്തെ പോകുന്നതേ ഉള്ളൂ. ഈ സമയം ഡോക്ടർ ഹീറോയെ മയക്കിക്കെടുത്തി എന്നേക്കും എല്ലാ വേദനയിൽ നിന്നും രോഗത്തിൽ നിന്നും അവൻ്റെ അമ്മയെ രക്ഷിക്കും. അത് അവളുടെ സമ്മതത്തോടെ. അവളെ കത്തിച്ച് അവളുടെ തലയോട്ടി ഹീറോയുടെ കയ്യിൽ കൊടുക്കും.
ഇന്നേരം സ്പൈക്ക് നമ്മളെല്ലാവരെയും അതിശയപ്പെടുത്തി മറ്റൊരു രീതിയിലാണ് ചിന്തിക്കുന്നത്. ഈ ഡോക്ടർ തൻ്റെ അമ്മയ്ക്ക് എന്നേക്കുമായിട്ട് നിത്യശാന്തി കൊടുത്തുന്നു, ഈ ലോകത്തിൽ നിന്ന് ദൈവത്തിനടുത്തേക്ക് എത്തിച്ചെന്നു. അങ്ങനെ അവൻ ആ തലയോട്ടികളുടെ കുന്നിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിൽ കൊണ്ടുവയ്ക്കും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്പൈക്ക് ഈ കാട്ടിൽ നിന്ന് തൻ്റെ ദ്വീപിലോട്ട് ആ കുഞ്ഞിനെ കൊണ്ടുപോയി ദ്വീപിൻ്റെ കവാടത്തിൽ കൊളുത്തിയിട്ട് അവിടുന്ന് തിരിച്ച് കാട്ടിലേക്ക് തന്നെ പോയി. കുട്ടിയുടെ കൂടെ ഒരു ലെറ്ററും അവൻ എഴുതി വച്ചിട്ടുണ്ടായിരിക്കും. അച്ഛാ, ഞാൻ സ്പൈക്ക്, ഞാൻ സുഖമായി തന്നെ ഇരിക്കുന്നു. എന്നേക്ക് ഞാൻ വലിയൊരു വേട്ടക്കാരനായി മാറുന്നു, അന്ന് ഞാൻ അവിടേക്ക് തിരിച്ചു വരും. അച്ഛാ, അച്ഛൻ എനിക്ക് ഡോക്ടർ കെൽസിനെ കുറിച്ച് പറഞ്ഞു തന്നില്ലേ? അതെല്ലാം തന്നെ അച്ഛൻ്റെ തെറ്റായ ധാരണയാണ്. ഞാനും എൻ്റെ അമ്മയും കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം എനിക്കും അമ്മയ്ക്കും ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്ന ഈ കുഞ്ഞ്, അത് സോംബി വൈറസ് എഫക്റ്റഡ് ആയ ഒരു പെണ്ണിൻ്റെ കുഞ്ഞാണ്. പക്ഷേ അവൾക്കൊന്നും എഫക്റ്റ് ആയിട്ടില്ല. അവൾക്ക് ഞാൻ നമ്മുടെ അമ്മയുടെ പേരെ ഇട്ടിരിക്കുന്നത്, ഇസ്ല. അവളെ നല്ല പോലെ നോക്കണേ. ഇതെല്ലാം വായിച്ച് ഹീറോയുടെ അച്ഛൻ ആകെ സങ്കടാകും. അവൻ ഓടി മെയിൻ ഗേറ്റ് എല്ലാം തുറന്ന്, മോനെ തിരിച്ചു വാടാ, അച്ഛനാടാ പറയുന്നതെന്ന് പറയും. അവിടെ കട്ട് ചെയ്താൽ ഇപ്പുറത്തെ ഹീറോ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവിടേക്കൊരു സോംബി വരും. ഇവൻ അവിടുന്ന് ജീവനം കൊണ്ട് ഓടി. ഒരു ഘട്ടത്തിൽ രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ലെന്ന് കണ്ട അവൻ സോംബിയുടെ കഴുത്തിന് നേരെ ഒരു അമ്പ് വിടും. ഇപ്പോൾ ഇതെല്ലാം കണ്ട് കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്ന ഫ്രീക്കൻ പയ്യൻ കൈയടിച്ച്, സൂപ്പർഡ മോനെ, നിന്റെ ഉന്ന അടിപൊളിയായിട്ടുണ്ട്. ഇത് പറഞ്ഞു നിൽക്കുമ്പോൾ പിന്നെ കാണുന്നത് ഒരു കൂട്ടം സോംബികളെ. എടാ നോക്കടാ, ഒരു പാട്ടത്തന്നെ അവിടുന്ന് വരുന്നുണ്ട്. പക്ഷെ നീ പേടിക്കാതെ, എൻ്റെ പയ്യന്മാരുണ്ട്, അവർ നിന്നെ സഹായിച്ചോളും. അങ്ങനെ അവന്മാരെ എല്ലാ സോംബുകളുടെയും കഥ കഴിക്കും. ശേഷം ഫ്രീക്കൻ താഴെ ഇറങ്ങി വന്ന് ഇവനെ പരിചയപ്പെട്ടു. ഈ ഫ്രീക്കൻ ആരാണെന്നല്ലേ ചിന്തിക്കുന്നത്? അവൻ്റെ കഴുത്തിൽ ഒരു കുരിശ് കിടക്കുന്ന കണ്ടില്ലേ? ദേ ഇത് അവൻ തന്നെ, സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആ കൊച്ചു പയ്യൻ തന്നെ. അതോടെ അവർ രണ്ടുപേരും നല്ല കട്ട ഫ്രണ്ട്സ് ആകും. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കും. നന്ദി, നമസ്കാരം.